സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. उपस्थित आप सबको यीशु मसीह के नाम से जय मसीह की। നമ്മള് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമ സഭയ്ക്കും ഒരു ക്രിസ്ത്യാനിക്കും ആവശ്യമായ യേശുക്രിസ്തുവിന്റെ സന്ദേശമാണ്. इन दिनों में हम जो मनन करते आ रहे हैं वो नए नियम की कलीसिया और एक मसीह को एक आवश्यक संदेश हम देख रहे हैं। അതിന് നമ്മൾ ഗിരിപ്രഭാഷണം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. आम रूप से उसी को पहाड़ी उपदेश के रूप से नाम जाना जाता है। ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന പുതിയ നിയമ സഭയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് ആവശ്യമായ ഈ ദൈവിക നിയമം നൽകിയത് യേശുക്രിസ്തു മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. परमेश्वर ने नए नियम की कलीसिया को दी हुई ये पहाड़ी उपदेश मत्ती के सुसमाचार अध्याय 5, 6 और 7 अध्यायों में इसके बारे में हम पढ़ सकते हैं। ഇതിനകത്ത് പ്രൈസ് ലോർഡ് ഒരു വിഷയമുള്ളത് പുതിയ നിയമ സഭയ്ക്ക് യേശുക്രിസ്തു തരുന്നതായ ഈ സന്ദേശത്തിന്റെ പ്രാധാന്യം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. यहाँ पर एक मुख्य बात यह है कि परमेश्वर ने या यीशु मसीह ने जो नए नियम को दी हुई जो मुख्य संदेश थी या मुख्य विषय जो था वो आज कलीसियाओं में से नष्ट होते जा रहा है। അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന്ന് പ്രസംഗിക്കപ്പെടുന്നില്ല എന്നതാണ് കാരണം. उसका कारण क्या है पूछा जाए तो आज इन दिनों में उन विषयों के बारे में कोई भी प्रचार करना पसंद नहीं करते हैं। മോശ സീനായി പർവ്വതത്തിൽ വെച്ച് പഴയ നിയമ സഭയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് ആവശ്യമായ നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും നൽകിയെങ്കിൽ പുതിയ നിയമ സഭയ്ക്ക് ആവശ്യമായ ദൈവിക നിയമം അല്ലെങ്കിൽ വചനങ്ങൾ നൽകുന്നത് വേറൊരു പർവ്വതത്തിൽ വെച്ച് യേശുക്രിസ്തു നൽകുന്നത് കാണുന്നു. मूसा जो है सीने पर्वत पर परमेश्वर के लोगों के लिए आज्ञाएं, नियमों और व्यवस्थाओं को प्रदान किया, तो नए नियम कलीसियाओं के लिए यीशु मसीह ने दूसरा एक पहाड़ पर रहकर हमें कुछ उपदेशों को, कुछ निर्देशों को, कुछ सलाहों को यीशु मसीह हमें समझा रहा है। മോശ ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും നൽകുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. मूसा जब अपनी व्यवस्थाएं और अपनी निर्देशों को, नियमों को जब दे रहा था तो वहां पर कई सीमाओं को हम उस विषय पे उसके प्रति देखते हैं। അത് കേവലം യഹൂദ ജാതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി മാത്രം നൽകുമ്പോൾ യേശു നൽകുന്നത് സകല ജാതികൾക്കും വേണ്ടിയുള്ളതാണ്. वहां की सीमा इस प्रकार की थी कि उस समय में मूसा की जो व्यवस्था है, नियम है, वो केवल इजरायली जाति के लिए सीमित था, परंतु नए नियम में यीशु मसीह देने वाला उपदेश सारी मानव जाति के लिए फैला हुआ है। അപ്പൊ പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കും പുരോഹിതന്മാർക്കും ന്യായാധിപന്മാർക്കും രാജാക്കന്മാർക്കും ഉള്ളത് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ മാത്രം ഒരു ശുശ്രൂഷയായിരുന്നു. എന്നാൽ എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന ഭൂമിയുടെ അറ്റത്തോളം സകല ജാതികളോടുമുള്ള ശുശ്രൂഷ തന്നിരിക്കുന്നു. पुराने नियम के सेवक इत्यादि लोगों को, जो राजा थे, याजक थे या भविष्यवक्ता थे और इत्यादि लोग जो थे, उनको केवल और केवल इजरायली समूह के बीचों बीच रहकर उन्हीं के लिए सेवकाई करना था। परंतु नए नियम की कलीसिया के लोगों को परमेश्वर ने इस प्रकार से आज्ञा दिया है कि हमारी सेवकाई कि हम पृथ्वी के छोर तक जाकर लोगों को परमेश्वर के बारे में हम बताए। സീനായിൽ വെച്ച് നൽകുന്ന പ്രമാണത്തിനകത്ത് അധികവും ഭൗതികമായിട്ടും പുറമേ ഉള്ളതും നൽകുമ്പോൾ യേശു നൽകുന്നത് നമ്മുടെ ആന്തരിക രൂപാന്തരത്തെ കുറിച്ചും നിത്യതയെക്കുറിച്ചും ഉള്ളതാണ്. सीने पर्वत पर दी गई जो व्यवस्था या जो आज्ञाएं थी वो ज्यादातर भारी रूप से या भौतिक रूप से देने वाली आशीषों के बारे में बताया गया है। तो यीशु मसीह जो यहाँ पर नए नियम की कलीसियाओं को जो आज्ञाएं और उपदेशों को देते हैं वो एक आत्मिक व्यक्ति की भीतरी मनुष्य को किस प्रकार सुधारना है उसी के विषय में दिया गया है। ഇസ്രായേൽ ജനത്തിന്റെ മൊത്തത്തിലുള്ള അവരുടെ പ്രത്യാശ കനാൻ ദേശം കൈവശമാക്കി അവരുടെ ടെറിട്ടറി വിശാലമാക്കി ദൈവം പറഞ്ഞ ആ ഭൂമിയിൽ അവര് പാലും തേനും ഒഴുകുന്ന സമൃദ്ധിയിൽ ജീവിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം.
और इजरायलियों को परमेश्वर ने दी गई आज्ञाओं में से या व्यवस्थाओं में से उनका मुख्य उद्देश्य यह था कि वे कनान देश को अपने आप में हासिल करे और उसकी सारी सीमाओं को वो सुरक्षित रखे और वहां पर मिलने वाली सारी आशीषों को अनुभव करते हुए अपने जीवन को जिए। ഇന്ന് നമ്മൾ യുദ്ധത്തെ ഇസ്രായേൽ നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് അവരുടെ ടെറിട്ടറി ദൈവം കൊടുത്തിരിക്കുന്ന സ്ഥലം അവർ കൈവശമാക്കുക എന്നൊരു ഉദ്ദേശം അവർക്കുണ്ട്. और आज भी हम यदि इजरायलियों के इतिहास को या उनके युद्ध का पीछे का कारणों को हम पढ़ते हैं तो ये बात को हम समझ सकते हैं कि आज भी वे अपनी सीमाओं को किस प्रकार से वापस से हासिल कर ले और कैसे अपनी सीमाओं को सुरक्षित रखे, इसी के विषय में उनका चिंता और उनका खोज लगा रहा है। അതുകൊണ്ട് തന്നെ അവരുടെ പോരാട്ടം ജഡികമാണ്, അവരുടെ ആയുധങ്ങളും ഭൗതികമാണ്. और इसीलिए ही उनका जो युद्ध है वो शारीरिक है और उनका जो हथियार है वो भी शारीरिक हथियार से लदे हैं। എന്നാൽ പുതിയ നിയമസഭയ്ക്ക് യേശുക്രിസ്തു നൽകുന്ന നിയമം അല്ലെങ്കിൽ ഉപദേശം എന്ന് പറയുന്നത് അവരുടെ പ്രത്യാശ ഈ ഭൂമിയിൽ അവരുടെ രാജ്യം ഐഹികമല്ല, ഈ ഭൂമിയിലുള്ളതല്ല, നിത്യതയെ കുറിച്ചാണ് പഠിക്കുന്നത്, അനന്തകാല ജീവനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. और परंतु नए नियम की कलीसिया के बारे में यीशु मसीह हमें इस प्रकार के सिखाता है कि हमें जो आशा परमेश्वर ने दिया हुआ है वो इस संसार के प्रति एक आशा नहीं है या आमीन शारीरिक विषयों के प्रति नहीं है, परंतु अनंतता के विषय में प्रभु ने हमें आशा देकर हमें बुलाया है। അതുകൊണ്ട് തന്നെ നമ്മുടെ യുദ്ധം ജഡികമായ യുദ്ധം, ജഡരക്തങ്ങളുമായിട്ടുള്ള യുദ്ധമല്ല, നമ്മുടെ യുദ്ധം ആത്മീയ യുദ്ധമാണ്, സ്പിരിച്വൽ വാർഫെയർ ആണ്. इसीलिए ही हमारा जो युद्ध है वो मनुष्य के प्रति या शरीर के प्रति नहीं है, परंतु आत्मिक क्षेत्रों में आत्मिक युद्ध हमारा हम कहलाते हैं। കാരണം നമ്മുടെ ലക്ഷ്യം ഈ ഭൂമിയിലെ നമ്മുടെ ടെറിട്ടറിയുടെ വലുതാക്കുക എന്നുള്ളതല്ല, നമ്മുടെ സ്വർഗീയ രാജ്യത്തെ കുറിച്ചുള്ള ചിന്ത നമുക്കുള്ളത്. और हमारा उद्देश्य, हमारा लक्ष्य यह है कि हम संसार के सीमाओं को बढ़ाने का ये नहीं, परंतु हम कैसे स्वर्ग को हासिल करें, इसी के प्रति हमें लड़ाई हम करते रहते हैं। മോശ സീനായിൽ വെച്ച് തരുന്ന നിയമത്തിനകത്ത് ഒരു ജനത്തിനും ദൈവത്തിനുമായി മധ്യസ്ഥ അടയ്ക്കുവാൻ പൗരോഹിത്യ ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ എല്ലാവരെയും പുരോഹിതന്മാരായിട്ട് കർത്താവ് കാണുന്നു. मूसा को परमेश्वर ने मूसा को और आरून को पुराने नियम की लोगों की सेवकाई करने के लिए याजक के रूप में ठहराकर उनको उस प्रकार की सेवकाई दी, तो नए नियम में परमेश्वर हम सबको याजकीय पदवी को देकर हमें उस प्रकार के सेवक ठहराकर प्रभु हमें आमीन आगे ले चलता है। നാം യേശുവിനോടുകൂടെ സ്വർഗരാജ്യം അവനോടൊപ്പം അവന്റെ സ്ഥാനം പങ്കിടേണ്ടവരായതുകൊണ്ട് യേശു ആഗ്രഹിക്കുന്നത് നമ്മൾ ഡിസൈപ്പിൾഷിപ്പിലെ ശിഷ്യത്വത്തിലേക്ക് വളരണമെന്നാണ്. हम यीशु मसीह के साथ उसके स्वर्ग राज्य को हासिल करने के लिए प्रभु हमसे इच्छा और मांग करता है, इसलिए यीशु मसीह हमारे जीवन से यह चाहता है कि हम उसके साथ आमीन उस चेलेपन की उस अनुभव में हम आगे बढ़ते चले। പുതിയ സഭയ്ക്കുള്ള ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ പ്രോമിസ് അതാണ്, നിങ്ങൾ പ്രൈസ് ദി ലോർഡ് ക്രിസ്തു എന്ന തലയോളം വളരുക, അവനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. नए नियम की कलीसिया को परमेश्वर ने दी गई वायदाओं में से एक वायदा यह है कि तुम मसीह के सिर तक तुम बढ़ते चले जाओ और उसी के पहचान तुम्हारे अंदर पूर्ण रीति से हासिल हो। അതിന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മത്തായി 5-6-7 അധ്യായങ്ങളിൽ നിന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുക. और इसीलिए हम कई हफ्तों से आमीन मत्ती के सुसमाचार उसके 5, 6 और 7 अध्यायों में से हम कुछ विषयों को मनन कर रहे हैं, अध्ययन करते आ रहे हैं। ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മത്തായി 7-13 अब हम वर्तमान में मनन करने वाला विषय है मत्ती के सुसमाचार 7 अध्याय उसके 13 आयत। ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അതിൽ കൂടി കടക്കുന്നവർ അനേകരാകുന്നു, ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. यहाँ पर इस प्रकार लिखा है कि सकेत फाटक से प्रवेश करो, क्योंकि चौड़ा है वह फाटक और सरल है वह मार्ग जो विनाश को पहुंचाता है, और बहुत से हैं वे जो उसमें से प्रवेश करते हैं। क्योंकि सकेत है
यहाँ पर दो रास्ते के विषय में प्रभु का वचन यहाँ पे हमें बताता है। ഒന്ന് വിശാലമായ ഗേറ്റ്, एक है चौड़ा फाटक ഒന്ന് നാരോ ഗേറ്റ്. और एक है सकेत फाटक। നാച്ചുറലി നമ്മൾ ഇതിലെ തിരഞ്ഞെടുക്കും? स्वाभाविक रीति से हम इसमें से कौन सा फाटक को हम चुनेंगे? പൊതുവെ നമ്മൾ വരുന്നത് നല്ലതും അല്ലെങ്കിൽ വിശാലമായ വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നു എന്നാ പലരും പറയുന്നത്. और ज्यादातर लोग इस प्रकार से कहते हैं कि हम आपके लिए या परमेश्वर आपके लिए एक बड़ा सा विशाल अनुभव को दे रहा है। പക്ഷെ യേശു പറയുന്നത് ഇടുക്കവും ഞെരുക്കമുള്ള വാതിലാണ്, അത് ജീവങ്കലേക്കുള്ളതാണ്. परंतु यीशु मसीह इस प्रकार हमें सिखाता है कि परमेश्वर ने दी गई जो अनुभव है वो बड़ा जो सकरा है और वो सकेत अनुभव है। പക്ഷെ എവിടെയോ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് വേണ്ടി ദൈവം വലിയ വിശാലമായ വഴി ഒരുക്കുന്നു എന്ന ചിന്ത വന്നിരിക്കുന്നത്. परंतु कहीं तो हमारे जीवन के अंदर आया हुआ एक बड़ा सा विषय यह है कि परमेश्वर ने हमारे लिए एक बड़ा सा विशाल अनुभव को दे रखा है। അപ്പൊ ഈ യേശുവിന്റെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്ന കാര്യം, അങ്ങനെ ഒരു സന്ദേശം നാം കേട്ടാൽ ഉടനെ ചിന്തിക്കണം, ഇത് സാത്താന്റെ ഒരു വഞ്ചനയുള്ള ശബ്ദമാണ്. परंतु यदि ऐसे कहीं पर भी हम ऐसा एक संदेश को यदि हम सुनते हैं तो हम हमेशा इस बात से सतर्क होना है कि शैतान कहीं ना कहीं हमें धोखे में लेकर चल रहा है। കാരണം യേശു പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ആര് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അത് വഞ്ചനയാണ്. പിശാച് ഉപായത്താൽ ആദാമിനെ ഹവ്വയെ വഞ്ചിച്ചതുപോലെ ഇന്നും അവന്റെ തന്ത്രങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. कारण यह है कि यीशु मसीह ने कहा हुआ बातों से विपरीत यदि कोई भी आपको किसी भी प्रकार से संदेश या वाणी सुनाता है तो वो आपके लिए धोखा का कारण बन सकता है, क्योंकि हम वचन जानते हैं कि शैतान ने बड़े धोखे के साथ आदम और हव्वा के साथ क्या कुछ किया था। അപ്പൊ നമ്മുടെ ഓരോ ഡിസിഷനകത്തും വളരെ ശ്രദ്ധയോടുകൂടെയും നമ്മുടെ ആത്മീയമായ ഡിസൈനിങ് വിവേചനത്തോടുകൂടെ ആയില്ലെങ്കിൽ നാം വഞ്ചിക്കപ്പെടും, അതിന്റെ അവസാന നാശവുമായിരിക്കും. और यह है कि हमारे एक एक निर्णयों के साथ हम बड़े स्पष्टता के साथ और बड़े सतर्कता के साथ यदि हम निर्णय नहीं लेते हैं तो हम कई प्रकार से इस प्रकार के धोखे या किसी प्रकार के छल में हम पड़कर हमारे जीवन में उसी के प्रति होने वाला जो प्रतिफल है या उसी के प्रति होने वाला अनुभव हमारे लिए बहुत बुरा साबित हो सकता है। ഏതൊരു വാതിലിലും നമ്മൾ ഒരിക്കൽ ഡിസിഷൻ എടുത്ത് കയറി കൂടിയാൽ പിന്നെ ഒരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല, പിന്നെ സംഭവിക്കുന്നതിനൊക്കെ നമ്മൾ ന്യായീകരണങ്ങൾ പറയത്തേ ഉള്ളൂ. कोई भी रास्ते से यदि हम अमीन होकर हम आगे बढ़ने के लिए कोशिश करेंगे तो बाद में हम उसी के प्रति हम गलत हो गए ऐसे हम कहीं भी अपनाने की कोशिश नहीं करते हैं, परंतु उसी के प्रति हम वाद विवाद करते हुए आगे बढ़ने के लिए चाहेंगे। പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരൊരിക്കൽ തിരഞ്ഞെടുത്തതിന് ശേഷം അവർക്കത് അബദ്ധമായി തോന്നിയാൽ പോലും അവർക്ക് മടങ്ങി വരാൻ സാധിക്കത്തില്ല. അവർ അതിനെ തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരിക്കലും പിന്നെ മടങ്ങി വരുന്നത് ഇഷ്ടമല്ല. कई लोगों से बात करने के समय में ये बात को हमें समझ आता है कि उन्होंने लिया हुआ जो निर्णय है वो गलत है। यदि उनको इसका एहसास भी हो तो भी वो उसको अपनाने के लिए तैयार नहीं होता है, परंतु उसी के प्रति वो न्याय देकर अपने आप का बचाव करने की कोशिश करते हैं और उसी से आगे बढ़ने के लिए वो तैयार होते हैं। മനുഷ്യൻ എപ്പോഴും വിശാലമായ വഴിയാണ് താല്പര്യം. मनुष्य हमेशा एक चौड़ा एक रास्ता अनुभव को चाहते हैं, കാരണം അവിടെ പല കളർഫുൾ ആയിട്ടുള്ള എൻജോയ്മെന്റ് ഉണ്ട്. कारण यह है कि वहां पर बहुत सारा रंग बिरंगा अनुभव और अच्छा एक मौज का अनुभव वहां पर उनको मिलते हैं, എന്നാൽ അതിന്റെ അവസാനം നാശമാണെന്നുള്ള കാര്യം ഒരു മറന്നു കളയുന്നു. परंतु उनका अंत जो है वो विनाश का और है कर वो भूल जाते हैं। ഇന്നത്തെ സന്തോഷവും ഇന്നത്തെ കളർഫുൾ ലക്ഷറിയസ് എൻജോയ്മെന്റ് ഓർക്കുമ്പോൾ പിന്നെ വരാൻ പോകുന്നതായ നാശത്തെ അവർ മനഃപൂർവ്വം മറച്ചു വെക്കുക. आज की आनंद को, आज की जो मौज को और आज का जो अनुभवों को जब वो लोग याद करते हैं तो इसका अंत हमारे लिए नाश और विनाश का अनुभव है कर वो भूल जाते हैं और उसको छुपा कर रख देते हैं।
വിശാലമായ വഴിയിലേക്കൊന്ന് ഇറങ്ങി തിരിച്ചാൽ അവിടെ there is no any restrictions and no need attention. एक विशाल अनुभव को यदि एक व्यक्ति चुन लेते हैं तो वहां पर किसी भी प्रकार का रोक ठोक नहीं होता है, वहां पर किसी भी प्रकार का रोकने वाला कोई होता भी नहीं है। വിശാലമായ വഴിക്ക് ഞാൻ 7 പോയിന്റുകൾ കൂടെ പറയാം വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച്. चौड़े रास्ते से यात्रा करने के उस अनुभव के प्रति मैं 7 बिंदुओं को आपके विषय में देना चाहता हूं। ഒന്ന്, ഇറ്റ് ഈസ് അൺതോട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വരുന്ന വഴിക്ക് അങ്ങ് പോകാം, എങ്ങനെയും ജീവിക്കാം, എങ്ങനെ എൻജോയ് ചെയ്യാം, അതിനെല്ലാം നമ്മൾ പിന്നെ ന്യായീകരിക്കും. और पहली बात है कि ये बिना सोचे समझा हुआ एक लेने वाला निर्णय है। वहां पर कोई प्रकार का सोच की आवश्यकता नहीं है, कोई प्रकार का चिंता करने की विषय नहीं है। जैसा आए वैसा गए, ऐसा एक अनुभव में से होकर जाने वाला एक बात है। രണ്ട്, അൺഡിസിപ്ലിൻഡ്, അവിടെ ശിക്ഷണത്തിന്റെ ആവശ്യമില്ല, അവിടെ റെസ്ട്രിക്ഷന്റെ ആവശ്യമില്ല, നിയമത്തിന്റെ ആവശ്യമില്ല. അവർക്ക് ബോധിച്ചതുപോലെ ജീവിച്ചിട്ട് അവര് അതിനെ പിന്നെ ന്യായീകരിക്കും. और वहां पर कोई भी प्रकार का अनुशासन का जरूरत नहीं है, कोई भी प्रकार की शिक्षा की वो जरूरत नहीं है। जैसा उनका मन करे, जैसा उनका हृदय चाहे, वैसे वो अपने आप को लेकर चलने के लिए वो तैयार हो जाते हैं। എല്ലാവരും പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, നോക്കൂ, ഈ ജനം മുഴുവൻ ഇതിലൂടെയല്ല യാത്ര ചെയ്യുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം അങ്ങനെ ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ, നാം ചെല്ലുന്നവരുടെ കൾച്ചർ അനുസരിച്ച് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ എന്നുള്ള ന്യായീകരണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. और कई लोग ऐसे कहने लग जाएंगे कि हम सभी लोगों को इसी संसार में जीवन जीना है, तो हम सब अपने आप में ऐसे ही जीवन जी सकते हैं, नहीं तो हम कैसे आगे बढ़ेंगे इत्यादि तर्क को बोलकर हम इसी प्रकार से जैसे साधारण लोग जीते हैं वैसे जीवन जीने के लिए वो लोग भी तैयार होते हैं। വിശാലമായ വഴിയിലേക്ക് എൻട്രി ചെയ്യുന്നവർക്ക് there is no need discipline. और चौड़े फाटक से प्रवेश करने वाले लोगों के जीवन में किसी भी प्रकार की अनुशासन की आवश्यकता उन्हें नहीं होती। വിശാലമായ അടുത്ത പോയിന്റ്, വിശാലമായ വഴിയുടെ യാത്ര ചെയ്യുന്നതിന് ലേസിനെസ് ആണ്, അവനത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കും. और विशाल या चौड़ा अनुभव में चौड़े फाटक से प्रवेश करने वाले लोगों के जीवन में आलस का अनुभव को हम देखते हैं। പ്രോവർബ്സ് 15:19 സഭാപ്രസംഗി സദൃശവാക്യം 15:19 പറയാം, മടിയന്റെ വഴി മുള്ളുപോലെയാകും. और नीति वचन उसका 15 अध्याय उसका 19वें आयत में इस प्रकार कहता है कि आलसी का मार्ग कांटों से रुंधा हुआ होता है। അതിന്റെ 24:30 പറയുകയാണ്, ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന്റെ സമീപവും പോയി അവിടെ മുള്ളു പടർന്നിരിക്കുന്നതും പൂവ നിറഞ്ഞിരിക്കുന്നതും നിലം മൂടിയിരിക്കുന്നതും കണ്ടു. ഞാൻ നോക്കി അതുകൊണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. और यहाँ पर नीति वचन 24 उसका 30 आयत में भी इस प्रकार लिखा है कि मैं आलसी के खेत के पास से और निर्बुद्धि मनुष्य की दाख की बारी के पास से होकर जाता है, तो क्या देखा कि वहां सब कहीं कांटीले पेड़ भर गए और वह बिच्छू पौधे से ढक गई हैं और उसके पत्तर के बाड़ा गिर गया है। ഇത് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് വ്യക്തമായി പറയുക, പൗലോസ് ഒരു ഹാർഡ് വർക്കർ ആയിരുന്നു, ലേസി അല്ലായിരുന്നു. और यहाँ पर प्रेरित पौलोस ये बात को हमें बताता है क्योंकि पौलोस एक बड़े कठिन परिश्रम करने वाला व्यक्ति था, वो आलस में रहने वाला व्यक्ति नहीं था। അവിടെ പറയുന്നത്, ഞാൻ ഡേ ആൻഡ് നൈറ്റ് പ്രാർത്ഥിച്ചു, ഞാൻ വേല ചെയ്തു, കർത്താവിന് വേണ്ടി അധികം അധ്വാനിച്ചു. രാവും പകലും പ്രാർത്ഥിക്കുന്ന, രാവും പകലും അധ്വാനിക്കുന്ന, രാവും പകലും സുവിശേഷ വേല ചെയ്യുന്ന പൗലോസിനെ നമ്മൾ കാണുന്നത്. पौलुस के जीवन की गवाही को हम देखते हैं। पौलुस इस प्रकार कहता है कि मैं दिन रात कठिन प्रयत्न किया है, मैं बहुत सारा परिश्रम करने वाला व्यक्ति हूं, मैं अपने हाथों से कमा कर खाने वाला व्यक्ति हूं, इत्यादि बातों को पौलुस अपने विषय में हमें बताते हैं।
നാലാമത് അവൻ വേൾഡി ആയിരിക്കും, ഈ ലോകത്തില് എല്ലാം അവൻ എൻജോയ് ചെയ്യാൻ പറ്റും. और चौड़े मार्ग में चलने वाला लोगों का जीवन में ऐसा अनुभव है कि वो संसारिक सारी आनंद को, मौज मस्तियों को अपने जीवन में अनुभव करने के लिए वो तैयार होते हैं। അഞ്ചാമത്തെ പോയിന്റ്, അവൻ അൺഗോഡ്ലി ആയിരിക്കും. और पांचवी बात है कि वो परमेश्वर को छोड़कर एक जीवन जीने वाला व्यक्ति है। ആറാമത്തെ പോയിന്റ്, അവൻ എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും, എപ്പോഴും ഭൗതിക കാര്യങ്ങളെ കുറിച്ചായിരിക്കും അവന്റെ ചിന്ത. छठी बात है कि वो हमेशा भौतिक विषयों के प्रति उसका नजर रहता है, हमेशा उसी की चाहत पे उसका मन लगे रहते हैं। ഏഴാമത്തെ പോയിന്റ്, അവൻ കാർണലായിരിക്കും, എപ്പോഴും അവന് ജഡീക കാര്യങ്ങളെ കുറിച്ചായിരിക്കും അവന്റെ ചിന്ത. और सातवीं बिंदु इस प्रकार का है कि वो हमेशा अपने शरीर के बातों की ओर अपने मन लगाए हुए और उसी के प्रति वो सोच विचार करते भी रहते हैं। വിശാലമായ വഴിയിലൂടെ അനേകർ യാത്ര ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, അത് നിങ്ങളുടെ ഭവനത്തിലാണെങ്കിലും, നിങ്ങളുടെ സഭയിലാണെങ്കിലും, നിങ്ങളുടെ കോൺഗ്രിഗേഷനാണെങ്കിലും, നിങ്ങളുടെ സംഘടനകളാണെങ്കിലും, നിങ്ങൾ ഉടനെ ചിന്തിച്ചോണം, ഈ ഇദ്ദേഹം യാത്ര ചെയ്യുന്ന വിശാല വഴിയിലൂടെയാണ്, ഇതിന്റെ അവസാന നാശമാണെന്നുള്ള കാര്യം ഓർത്ത് നാം മാനസാന്തരപ്പെടും. और एक व्यक्ति चौड़े मार्ग में यात्रा कर रहे हैं, ऐसे बोलने से भी बढ़कर बोले गए इन बिंदुओं में से कोई भी एक विषय उस व्यक्ति के जीवन में यदि लागू होता है तो हमेशा समझ जाना है, चाहे हमारे परिवार में हो, चाहे हमारी कलीसिया में हो, हमारी मसीह संगतियों में हो या हमारी संगठना में हो, कहीं पर भी क्यों ना हो, वो व्यक्ति का जीवन विनाश की ओर है। ये बात को हम पहले से सतर्क हो जाने हैं। ഇതിനെ യുക്തിവാദമെന്നോ നിരീശ്വരവാദികളെന്നോ വേണേ പറയാം. आप चाहे तो हमें किसी भी प्रकार की नास्तिक है ऐसे आप हमें बोल सकते हैं। യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നി, ഇതാണ് സത്യം, ഇതാണ് എൻജോയ്മെന്റ്, ഇതാണ് നല്ല വഴി എന്ന് ചിന്തിക്കും. और नास्तिक लोगों को या ऐसे युक्तियों को लेकर आने वाले लोगों के बारे में आप उनके प्रति लिखे गए पुस्तकों को पढ़ेंगे तो वो पढ़कर आपको लग जाएगा कि यही सच्ची आनंद है और इसी में सब आमीन खुशियां हमें मिलती हैं। ആത്മീക വിവേചനം ഇല്ലായകൊണ്ട് അനേക ലോകപ്രകാരം ബുദ്ധിയുള്ളവരും യങ്സ്റ്റേഴ്സും ആ വഴി തിരഞ്ഞെടുത്തിട്ടുണ്ട്. आत्मिक प्रकार से प्रकाशन ना पाने के कारण अनेक नौजवान और अनेक प्रभु के लोग ऐसे रास्तों को चुनकर ऐसे भटक गए हुए हैं। അതുകൊണ്ടാണ് സദൃശവാക്യം പ്രോവർബ്സ് 14:12 പറയുന്നത്, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളായിരിക്കും. और इसलिए नीति वचन उसके 14वें अध्याय उसका 20 वचन में इस प्रकार लिखता है कि कभी कभार एक व्यक्ति को एक रास्ता अच्छा आमीन जान पड़ता है, परंतु उसका अंत मृत्यु की ओर है, ये उसे बाद में पता लगता है। വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നുമില്ല, അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകും. और विशाल अनुभव में या चौड़े अनुभव से चलने वाला लोगों का जीवन में उसको विशेष अपने जीवन में कोई भी प्रकार का लक्ष्य या कोई भी प्रकार का इरादा नहीं होता है, जैसा जैसा होता है वैसे वो अपने जीवन को लेकर चलते हैं। അതുകൊണ്ട് അവന് അട്രാക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോൾ അവന്റെ യാത്ര നിന്നിട്ട് ആ അട്രാക്റ്റഡ് ആയ വിഷയങ്ങളിലേക്ക് അവൻ മാറും. और इसी के कारण जब कभी भी उसे कोई भी आकर्षित करने वाली विषय या वस्तु उसके सामने आ जाए तो अपनी यात्रा को वहां रोककर उन आकर्षण करने वाली चीजों के प्रति उसका नजर निकल जाता है। അവർക്ക് എപ്പോഴും ഇരുളിന്റെ വഴിയായിരിക്കും താല്പര്യം. उन लोगों को हमेशा अंधकार का वो रास्तों को या कार्यों को वो ज्यादा पसंद करेंगे। കാരണം അവർക്ക് ആ ഇരുളിന്റെ പാതയിലൂടെ യാത്ര ചെയ്താൽ അവിടെ മറ്റാരും ശ്രദ്ധിക്കപ്പെടുന്നില്ല, അവർക്ക് സെൽഫ് എൻജോയ്മെന്റ് ഒരുപാടാണ്. और कारण यह है कि यदि वो इस प्रकार के अंधकार के रास्तों को अपनाते हैं तो कोई उनको ज्यादा ध्यान नहीं देता और जैसे मर्जी वो अपने चाहत के अनुसार वो आगे बढ़ सकते हैं। നാം മുടിയനായ പുത്രൻ ഓമന പേരിട്ട് വിളിക്കുന്ന ആ ഇളയ പുത്രന്റെ അവസ്ഥ അതായിരുന്നു.
और हम जानते हैं कि उड़ऊ पुत्र जो हम वचन में उस व्यक्ति को कहलाते हैं, उसका भी अवस्था इसी प्रकार का था। അവൻ ഇരുട്ടുള്ള വഴിയിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാതകളെ വിട്ടുകളയുകയും ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. और अंधकार भरी रास्ते में चलने के लिए वे सही रास्तों को छोड़ देते हैं और गलत रास्तों को अपनाकर गलत कार्यों को अपने जीवन से वो करते भी हैं। അവര് വളഞ്ഞ വഴി തിരഞ്ഞെടുക്കുന്നു, ചൊവ്വുള്ളതെല്ലാം അവർ വിട്ടുകളയുക. वो टेढ़े मार्ग को चुनते हैं और जो भी सही है उसको वो छोड़ देते हैं। യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരുടെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കാം. यशायाह नबी का पुस्तक 59 अध्याय उसके 3 से लेकर 8 आयत को यदि आप पढ़ेंगे, आप वहां पर जो चौड़े मार्ग को चुनने वाला व्यक्ति का अनुभव और जीवन के बारे में वहां पर हम पढ़ सकते हैं। നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. और वहां पर लिखता है कि तुम्हारे हाथ हत्या से और तुम्हारे अंगुलियां अधर्म के कामों से तुमने अपवित्र की गई हैं। നിങ്ങളുടെ അധരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നു. तुम्हारे मुंह तो झूठ की बातों को कहते हैं। നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. और तुम्हारी जीभ कुटिल बातें निकलती हैं। ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല. और कोई भी धर्म के साथ कार्य को नहीं करता है। ഒരുത്തനും സത്യത്തോടെ പ്രതിവാദിക്കുന്നില്ല. कोई भी सच्चाई से मुकदमा नहीं लड़ता है। അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് സംസാരിക്കുന്നു. वे मिथ्या पर भरोसा रखते हैं और झूठी बातें बोलते रहते हैं। അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. और मानो उत्पात को का गर्भ रहता और अनर्थ को जन्म देता है। അവർ അണലിമുട്ട പൊരുന്നുകയും ചെലന്തുവല നെയ്യുകയും ചെയ്യുന്നു. वे सापिन के अंडे सेते और मकड़ी के जाले बनाते हैं। ആ മുട്ട തിന്നുന്നവൻ മരിക്കും. और जो कोई उनके अंडे खाता वो मर जाता है। പൊട്ടിച്ചാൽ അണലി പുറത്തു വരും. जब कोई एक को फोड़ता तब उसमें से सपोला निकलता है। അവൻ നെയ്യുന്നതൊന്നും വസ്ത്രത്തിന് കൊള്ളത്തില്ല. उनके जाले कपड़े के काम ना देंगे। ദുഷ്ടതയിലൂടെ അവരിൽ പ്രവർത്തിക്കുന്നതൊന്നും അവരുടെ പുതപ്പിനും പ്രയോജനപ്പെടത്തില്ല. और ना वे अपने कामों से अपने आप को ढांप सकेंगे। കാരണം അവരുടെ പ്രവർത്തികൾ നീതികെട്ട പ്രവർത്തികളാണ്. कारण क्या है? क्योंकि उनका काम जो है वो उपद्रव और अनर्थ का कार्यों को वो करते हैं। സാഹസ കർമ്മങ്ങൾ അവരുടെ ചുറ്റുപാടാണ് അവരുടെ കയ്യിലുണ്ട്. और ऐसे कार्यों को करते हैं जो गलत बातों से संबंधित हैं। അവരുടെ കാൽ ഓടുന്നതെല്ലാം ദോഷത്തിന് വേണ്ടിയാ. वे बुराई करने के लिए वो दौड़ते हैं। നിഷ്കളങ്കന്മാരുടെ കുറ്റമില്ലാത്ത രക്തം ചൊരിയാൻ അവർ ബന്ധപ്പെടുന്നു. और निर्दोष की हत्या करने को तत्पर रहते हैं। അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. और उनकी युक्तियां व्यर्थ हैं। ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. उजाड़ और विनाश ही उनकी मार्गों में है। സമാധാനം എന്തെന്ന് സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. शांति का मार्ग वे जानते ही नहीं। അവരുടെ നടപ്പിൽ ന്യായവുമില്ല. और ना उनके व्यवहार में न्याय है। അവർ തങ്ങൾക്കായി വളഞ്ഞ പാത ഉണ്ടാക്കിയിരിക്കുന്നു. और उनके पथ टेढ़े हैं। അതിൽ നടക്കുന്ന ഒരുത്തനും സമാധാനം അറിയത്തില്ല. और जो कोई उन पर चले वह शांति ना पाएगा। വിശാലമായ വഴിയിലൂടെ പോകുന്നവൻ ജീവിതത്തിൽ സമാധാനം എന്താണെന്ന് അറിയത്തില്ല. चौड़े रास्ते से होकर जाने वाला व्यक्ति के जीवन में शांति क्या है वो जानता नहीं है। അതുകൊണ്ട് ജ്ഞാനി വിളിച്ചു പറയുന്നത് മോശൻ എപ്പോഴും അവരുടെ വഴി ചൊവ്വായിട്ട് തോന്നും. और इसलिए ज्ञानी व्यक्ति इस प्रकार से पुकार कर कहता है कि मूर्ख को हमेशा उसकी मार्ग सही है ऐसे वो जान पड़ता है। നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയെ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി വിശാലം തുറക്കാൻ പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുമോ അതോ നിങ്ങൾക്ക് കോൺഷ്യസ് ആയിരിക്കുമോ? और यदि आज से आप ध्यान रखें कि यदि आपके पास कोई भी आकर कहता है कि आपके लिए एक विशाल रास्ता खोलने जा रहा है तो आप उसी के प्रति सतर्क रहेंगे या आनंदित होंगे?
നമുക്ക് എപ്പോഴും സന്തോഷമാണ് കേൾക്കുന്നത് ആരെങ്കിലും പറയുക, തോംസൺ നിങ്ങൾക്ക് വേണ്ടി വലിയ വഴി ദൈവം തുറക്കാൻ പോകും, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി വലിയ വിശാലമായ വഴി തുറക്കാൻ പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സന്തോഷവും സ്തോത്രം ഹല്ലേലൂയ വായി वരും। और यदि कोई भी व्यक्तिगत रीति से हमारे पास आकर कहता है कि फलाने व्यक्ति को परमेश्वर आपके लिए एक विशाल अनुभव को लेकर आ रहा है, आपके पीढ़ी के लिए प्रभु एक विशाल कार्यों को करने जा रहा है, तो हमेशा इन बातों को सुनकर हमारे अंदर ही अंदर हम एक खुशी और आनंद को महसूस करने लगते हैं। നമ്മൾ ആഗ്രഹിക്കുക ലോകം മൊത്തം സഞ്ചരിക്കുന്ന ഒരു കളർഫുൾ എൻജോയ്മെന്റ്, ലക്ഷറിയസ് എൻജോയ്മെന്റ് നമുക്കും വേണമെന്ന് ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക। कारण यह है कि हम हमेशा इस प्रकार की चाहत और इच्छा रखते हैं कि जैसे दुनिया में लोग रंग बिरंगे अनुभवों को और एक मौज और आराम और बड़े आमीन ऐसे श्रेष्ठ अनुभवों को वो पाते हैं, वैसे हम भी हमारे जीवन में कहीं ना कहीं इसको पाना है। പക്ഷേ യേശു നമുക്ക് വാണിംഗ് തരികയാണ്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതിന്റെ അവസാനം നാശമായിരിക്കും, ബി കെയർഫുൾ। और यीशु मसीह इसमें से हमें एक चेतावनी को दे रहा है कि आज यदि हम इस बात को समझ नहीं पाएंगे तो इसका अंत हमारे लिए विनाश का कारण ठहरेगा। ചിലർക്ക് രണ്ടും വേണം, രണ്ട് വഴിയും അവർക്ക് പോകണമെന്ന് ആഗ്രഹം। कई लोगों को दोनों रास्ता पसंद है, वो चाहते हैं कि दोनों रास्ते से होकर जाना है। ഇരുമനസ്സുള്ളവൻ എങ്ങും എത്തിച്ചേരുന്നില്ല। और ऐसे वचन कहता है कि दुचित्ता मनुष्य कहीं पर भी वो ठहरता नहीं है। ഒരേ സമയത്ത് നിങ്ങൾ രണ്ട് വള്ളത്തിൽ കാല് വയ്ക്കാൻ പറ്റില്ല। एक ही समय पर आप दो नाव पर पाव नहीं रख सकते हैं। യേശു പറഞ്ഞു ഒരേ സമയത്ത് നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നിനെ ഉപേക്ഷിച്ച് മറ്റൊന്നിനെ തിരഞ്ഞെടുക്കും। और यीशु मसीह भी ये बात को समझाते हैं कि एक ही समय पर हम दो स्वामियों की सेवा नहीं कर सकते हैं, थोड़े समय के बाद एक को छोड़कर दूसरे को हमें लेना पड़ेगा। വിശാലമായ വഴി തിരഞ്ഞെടുത്തവരെയും അവരുടെ തലമുറകളെയും നിങ്ങൾ തല ഉയർത്തി നിങ്ങളുടെ ചുറ്റുപാടും നോക്കിക്കേ। और विशाल अनुभव या चौड़े अनुभवों को, चुना हुआ लोगों को या उनकी पीढ़ी को आप अपने सर उठाकर आपके आसपास में थोड़ा देख लीजिए। ആ നാരോ വഴി തിരഞ്ഞെടുത്തവരുടെ തല ഉയർത്തി നോക്കിക്കേ। और सकरा मार्ग को चुना हुआ लोगों को और उनकी पीढ़ियों को आप अपने आसपास में यदि आप देखते हैं तो आप थोड़ा उनको भी और ध्यान कर देखिए। നോഹയുടെ ജലപ്രളയം നമ്മുടെ മുൻപിൽ ഉദാഹരണമായി നിൽക്കുക। और सोदोम और अमोरा के अंदर जो कार्यों को परमेश्वर ने किया वो सब हमारे नोआ के समय में जो कार्यों को परमेश्वर ने किया वो सब हमारे लिए एक दृष्टांत के समान हमारे सामने खड़ा है। ഇന്നും പാപം പെരുകുന്നിടത്ത് പ്രകൃതിക്ഷോഭങ്ങളാലും ഭൂകമ്പങ്ങളാലും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളാലും ദൈവം കൊണ്ടിരിക്കുക। आज भी पाप जहां पर बढ़ते जा रहे हैं वहां पर प्राकृतिक आपदाओं को लेकर आकर परमेश्वर उनके सामने चेतावनियों को और न्याय के कार्यों को कर रहा है। ദൈവത്തെ ഒരിക്കലും നമുക്ക് കബളിപ്പിക്കാൻ പറ്റില്ല। परमेश्वर को हम कभी भी हम आमीन अपने जीवन से हम भूल कर हम चल नहीं सकते। അതുകൊണ്ട് ചോയ്സ് ഈസ് യുവേഴ്സ്, യു ക്യാൻ ചൂസ് എനിത്തിങ്। इसीलिए विकल्प हमारा है, चुनाव हमारा है कि हम कोई भी बात को चुन सकते हैं। ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമിനും ഹവ്വയും ദൈവം നൽകിയ ഫ്രീ വില്ല് സ്വാതന്ത്ര്യം ഇന്നും നിങ്ങൾക്കുണ്ട്। और अदन की वाटिका में आदम और हव्वा को परमेश्वर ने जो चुनाव दिया था वो आज भी हमारे लिए उपलब्ध है। ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാൾ നീ മരിക്കും, അതിന്റെ അർത്ഥം തിന്നുകയും തിന്നാതിരിക്കുകയും ചെയ്യാനുള്ള അവകാശം നിനക്കുണ്ട്। और ये वृक्ष का फल को जिस दिन तू खाए उस दिन तू मर जाएगा, उसका अर्थ यह है कि खाने या ना खाने का दोनों अनुमति हमारे पास है। നീ എന്ത് തിരഞ്ഞെടുക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിന്റെ ഫ്യൂച്ചർ। और आप क्या चुनते हैं उसी के अनुसार आपका भविष्य टिका रहेगा। ഇവിടെ പുതിയ നിയമസഭയോട് യേശുക്രിസ്തു വാണിംഗ് തരികയാണ്, നല്ല വിശാലമായ വഴി നാശത്തിലേക്കാണ്, ഞെരുക്കമുള്ള വഴി നിത്യജീവനിലേക്കാണ്। यहाँ पर नए नियम की कलीसिया को यीशु मसीह एक प्रकार से चुनौती दे रहा है कि यहाँ पर जो विशाल या चौड़ा रास्ता है वो विनाश की ओर लेकर जाते हैं, परंतु सकरा मार्ग जो है वो प्रभु की ओर आपको पहुंचाती हैं।
നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ യേശു ഒരിക്കലും ഹനിക്കുന്നില്ല. നിങ്ങൾ ഒരിക്കലും കമ്പൽസറി ആയിട്ട് കർത്താവ് പറയുന്നില്ല. ഇറ്റ് ഈസ് യുവർ ഓൺ ചോയ്സ്. യു ക്യാൻ ചൂസ് എനിത്തിങ്. परमेश्वर कहीं पर भी अपनी स्वतंत्रता को हमसे छीनने की आग्रह नहीं करता है। हम क्या चाहिए हम अपने आप में वो चुन सकते हैं। പക്ഷെ അതിന്റെ അവസാനം പറയുകയാണ്, നിങ്ങൾ വിശാലമായ വഴിയിൽ യാത്ര ചെയ്യുന്നു, നാശമാണ്. ഇടുക്കും ഞെരുക്കമുള്ള പാത തിരഞ്ഞെടുക്കുന്നു, അത് നിത്യജീവനിലേക്കുള്ള വഴിയാണ്. അത് കണ്ടെത്താൻ ശ്രമിക്കുകയും കണ്ടെത്തുന്ന ഒരു ചുരുക്കം മാത്രമേ. और अंत में परमेश्वर इस प्रकार से कहता है, परंतु जो चौड़े मार्ग को चुनता है वो विनाश की ओर पहुंचता है, परंतु जो सकेत फाटक से होकर जाते हैं वो जीवन पाते हैं। और उसी का खोज करने के लिए, उसी को ढूंढने के लिए हम लोग कोशिश करना है। എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. और मेरे आवाज सुनने वाले आप सभी लोग उस अनंत जीवन को पाने का इच्छा रखते हैं और उसी के लिए हम आपके लिए प्रार्थना भी करते हैं। നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. आप सभी को परमेश्वर इन वचनों से अनुग्रह और आशीष देने पाए। Praise the Lord. Praise the Lord, praise the Lord. Thank you, Thompson Pastor. Thank you, Sergeant Pastor. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വീണ്ടും ഒരു പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ളതായ നല്ല സന്ദേശം ദേവദാസനിൽ കൂടി നമ്മളെ കേൾപ്പിച്ചു. വിശാലമായ വഴിയെക്കുറിച്ചുള്ള 7 കാര്യങ്ങൾ ദേവദാസനിൽ കൂടി നമ്മളെ കേൾപ്പിക്കാൻ ചെയ്യും. ഇന്ന് പരിശുദ്ധാത്മാവ് ഒരുക്കിയ വലിയ കൃപക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാകണമെന്നുള്ളത് നമ്മെ തന്നെ നമുക്ക് സ്വയം എടുക്കാവുന്ന തീരുമാനമാണ്. അത് മറ്റുള്ള ആളെ കൊണ്ട് സാധ്യമല്ല. ഇന്ന് അതിനെക്കുറിച്ചുള്ള നല്ലൊരു ചിന്ത നമുക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യാം. തോമസം പാസ്റ്ററേയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിശുദ്ധ അദ്ദേഹം